ഇന്നലെ കഴിഞ്ഞ കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ ശതമാനം 78.3 ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ, അതായത് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ ശതമാനം എന്ന് പറയുന്നത് 74.9 ആണ്. അപ്പോൾ ഇവിടെ ഒരു 4% വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അധികം ഉണ്ടായിരിക്കുന്നു. ഇത് എന്തിന്റെ സൂചനയാണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ KM ഷാജി വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം മതമാണ് 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 ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്നുള്ള ആ പ്രസംഗം, അതുകൂടാതെ കഴിഞ്ഞ 10 വർഷമായി മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ലക്ഷ്യം. അതിലൂടെ ഞങ്ങളത് സാധിക്കും എന്നുള്ളതാണ്. ഇത് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അത് മുസ്ലിം സമുദായം ഒന്നടങ്കം ഷാജിയുടെ ഈ വാക്കുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ UDFന്റെ കാൻഡിഡേറ്റ്സിന് മനസ്സറിഞ്ഞ് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണോ ഈ വർധനവ് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഇങ്ങനെ UDF ഭരണം വന്നാൽ അതൊരു മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഭരണമാകുമോ എന്ന് ഭയന്ന് LDFന് കൂടുതലായി വോട്ട് ചെയ്തത് കൊണ്ടാണോ ഈ വർധനവ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ രണ്ട് മുന്നണികളും തരികിട മുന്നണികളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് BJPക്ക് കൂടുതലായി ആൾക്കാർ വോട്ട് ചെയ്തത് കൊണ്ടാണോ ഈ വർധനവുണ്ടായത് എന്നും ഉള്ളതും ഒരു ചോദ്യമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഷാജി വഹിച്ച പങ്ക് വളരെ നിസ്തൂലമാണ്. അത് മുസ്ലിം സമാജത്തിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിക്കാണോ ഗുണമുണ്ടായത്, അതോ മുന്നണിക്ക് അതൊരു തിരിച്ചടിയായോ എന്നുള്ളത് ഈ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. ഏതായാലും ഈ തരത്തിലുള്ള ഷാജിമാർ നമ്മുടെ രാഷ്ട്രീയത്തിൽ ധാരാളം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയാണ് BJPയുടെ രക്ഷകൻ എന്ന് പറയാറുണ്ട്. അതുപോലെ കേരളത്തിൽ ഇടതുമുന്നണിയുടെയും BJPയുടെയും ഒക്കെ രക്ഷകൻ KM ഷാജിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതല്ല, ലീഗിനും മുന്നണിക്കുമുള്ള ഒരു രക്ഷകനാണോ ഷാജി എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഏതായാലും നമുക്ക് വളരെ ആവേശത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കാം.